എവിടേക്കാണ് പോകേണ്ടതെന്ന് പറയാതെ ഒരു യാത്രയ്ക്ക് വേണ്ടി ദൈവം അയാളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ മനുഷ്യൻ ഒരു വാക്ക് പോലും മറുതലിച്ച് വിരോധമോ എതിർപ്പോ പ്രകടിപ്പിക്കാതെ ദൈവത്തിൻ്റെ പിന്നാലെ യാത്രയായി കാനാനിലേക്ക് എത്തിച്ചേരുന്നു. ആ യാത്രക്കിടയിൽ അയാൾക്ക് സകലതും ദൈവം കൊടുത്തു. ഒരു കാലത്ത് പിന്നിൽ ഉപേക്ഷിച്ച സകലത്തെയും, കൈവിട്ടുപോയ സകലത്തെയും, നഷ്ടപ്പെട്ട ബന്ധങ്ങളെ മുഴുവൻ അയാൾക്ക് ദൈവം തിരിച്ചു കൊടുത്തു. ആ കാലത്തെ ആ ദേശത്ത് ജീവിച്ചിരുന്ന ഏറ്റവും സമ്പന്നനായ മനുഷ്യനായി അബ്രഹാം എന്ന വ്യക്തി മാറി. എക്കാലവും ദൈവം കൈനീട്ടിയത് മുഴുവൻ, ആഗ്രഹിച്ചത് മുഴുവൻ, ഹൃദയത്തിൽ കൊതിച്ചത് മുഴുവൻ കൊടുക്കുമ്പോഴും അയാളുടെ ഉള്ളിൽ ഒരിക്കലും തോരാത്ത ഒരു സങ്കടത്തിൻ്റെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ തീരാ ദുഃഖം. എല്ലാം കൊടുത്ത ദൈവം ചില കാര്യങ്ങൾ കൊടുക്കാതെ ബാക്കി വെച്ചു. എല്ലാം നൽകിയ ദൈവം ചില സങ്കടങ്ങൾ മിച്ചം വെച്ചു. എല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ വേദനിപ്പിക്കുന്ന ചില ദുഃഖങ്ങൾ, സങ്കടങ്ങൾ ബാക്കിയാവുന്നു. ഏത് മനുഷ്യൻ്റെയും തലവരെയാണത്. എല്ലാ അനുഗ്രഹങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിലേക്ക് തിരിയാൻ ചില കാരണങ്ങൾ ദൈവം നമ്മിൽ അവശേഷിപ്പിക്കും. എല്ലാ അനുഗ്രഹങ്ങളുടെ വലയവും നമുക്ക് ചുറ്റും തീർക്കപ്പെടുമ്പോഴും ദൈവത്തിലേക്ക് മനസ്സ് തിരിയാനുള്ള ചില ദുഃഖങ്ങൾ ദൈവം നമ്മുടെ വഴികളിൽ കരുതി വെക്കും. അബ്രഹാമിന് ആ ദുഃഖം മകനില്ലാത്ത സങ്കടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സങ്കടത്തിൻ്റെ നടുവിൽ അയാൾ ദൈവത്തോട് ഒട്ടിച്ചേർന്ന് ജീവിച്ചു. 75-ാമത്തെ വയസ്സിൽ ദൈവം ഒരു രാത്രിയിൽ അയാളെ തട്ടി വിളിച്ചുകൊണ്ട് കൂടാരത്തിന്റെ വെളിയിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ദൈവം അയാളോട് പറഞ്ഞു, ഇത്ര കാലവും നീ എന്തിനു വേണ്ടി കൊതിച്ചുവോ ആ സന്താനലെത്തി പുത്ര സൗഭാഗ്യം നിനക്ക് ഞാൻ തരാൻ പോകുന്നു. നീണ്ട 25 വർഷങ്ങൾ അയാൾ അതിനു വേണ്ടി കാത്തിരുന്നു. വാഗ്ദാനം കിട്ടിയത് 75-ാമത്തെ വയസ്സിൽ, വാഗ്ദാനം പൂർത്തിയായത് 100-ാമത്തെ വയസ്സിൽ. ദൈവം അനുഗ്രഹിക്കും എന്ന് ദൈവം പറഞ്ഞാലും പൂർത്തിയാകാൻ ചിലപ്പോൾ ചില കാലതാമസങ്ങൾ വേണ്ടി വന്നേക്കാം. അതാരുടെ കാര്യത്തിലും ശരിയാണ്. ദൈവം അനുഗ്രഹിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ, 2 വർഷം കഴിഞ്ഞാലും 20 വർഷം കഴിഞ്ഞാലും അനുഗ്രഹിക്കും എന്ന് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിച്ചിരിക്കും. അതെൻ്റെ സമയത്തല്ല, നിന്റെ സമയത്തല്ല, ദൈവത്തിൻ്റെ സമയത്താണ്. 75-ാം വയസ്സിൽ ലഭിച്ച വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം അബ്രഹാമിൽ സംഭവിക്കുന്നത് 100-ാമത്തെ വയസ്സിലാണ്. 100-ാമത്തെ വയസ്സിൽ വാർദ്ധക്യം, വിവശത സമ്മാനിച്ച ഒരു അപ്പന്റെ മടിത്തട്ടിലേക്ക് ഇസഹാക്ക് എന്നൊരു പുഞ്ചിരിക്കുന്ന കുഞ്ഞിനെ ദൈവം വെച്ചു കൊടുത്തു. ഇസഹാക്കിനെ ഏറ്റവും സ്നേഹത്തിന്റെ നിർമ്മലതകൾ കൊണ്ട് പൊതിഞ്ഞ് വളർത്തി വലുതാക്കുന്ന അബ്രഹാമിനോട് 12 വർഷങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തുന്ന ഒരു ദൈവം ഒരു പാതിരാവിൽ അബ്രഹാമിനെ കൂടാരവാതിൽക്കൽ തട്ടി വിളിച്ചു. ദൈവത്തിന്റെ സ്വരം തിരിച്ചറിഞ്ഞ അബ്രഹാം കൂടാരവാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവം അബ്രഹാമിനോട് ഇങ്ങനെ ചോദിച്ചു, നിന്റെ മകൻ ഇസഹാക്ക് എവിടെ? അകത്തെ തണുപ്പിൽ തണുത്ത് പുതച്ചുറങ്ങുന്ന മകനെ കുറിച്ച് അബ്രഹാം പറയുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നാളെ പുലരിയിൽ ഞാൻ കാണിച്ചു തരുന്നൊരു മലയിലേക്ക് നിന്റെ മകന്റെ കൈവിരൽത്തുമ്പിൽ പിടിച്ച് നീ പോയി ഞാൻ കാണിച്ചു തരുന്ന മലയിൽ മകൻ ഇസഹാക്കിനെ ബലി കഴിക്കണം. അപ്പനോട് മറ്റൊരു വിശദീകരണവും കൊടുക്കാതെ ആകാശത്തിന്റെ അതിരുകളില്ലാത്ത കാണാമറയങ്ങളിലേക്ക് ദൈവം മറഞ്ഞുപോയി. ചോദ്യങ്ങളും ഉത്തരങ്ങളുമില്ലാത്ത ഒരു രാത്രി, പൂരിപ്പിക്കപ്പെടാൻ 1000 സമസ്യകൾ ബാക്കി കിടന്ന ഒരു രാത്രി, ഉത്തരം കിട്ടാത്ത ആ രാത്രിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിക്കാൻ പാടുപെട്ട ഒരു അപ്പൻ പെറ്റ തള്ളയോട് പോലും പുലരിയിൽ ഒരു വാക്കിന്റെ അനുവാദം ചോദിക്കാൻ കാത്തു നിൽക്കാതെ പുലരിയാകും മുമ്പേ ചെങ്കതിരുകൾ വീശി അരുണോദയം, സൂര്യ ഉദയം കിഴക്ക് ചക്രവാളത്തിൽ ഉദിക്കുന്നതിന് മുമ്പേ 2 വേലക്കാരെയും കൂട്ടി ഒരു കഴുതപ്പുറത്ത് ബലിക്കുള്ള സാധനങ്ങൾ ഒരുക്കി വെച്ച് ഇളയ മകൻ ഇസഹാക്കിനെ കുലുക്കി എഴുന്നേൽപ്പിച്ച് അവനെയും കൂട്ടിക്കൊണ്ട് മോറിയ മലയിലേക്ക് യാത്രയായി. തിങ്കളാഴ്ച രാവിലെ ആരംഭിച്ച യാത്ര അവസാനിക്കുന്നത് വ്യാഴാഴ്ച രാവിലെയാണ്. ഈ യാത്രക്കിടയിൽ 3 ദിവസത്തെ ഇടവേളയുണ്ട്. മോറിയ മലയിലേക്കുള്ള യാത്രക്കിടയിൽ -ഡിഗ്രി ഊഷ്മാവ്, മഞ്ഞ് തണുത്തുറഞ്ഞു കിടക്കുന്ന പ്രതലങ്ങളിലൂടെ, മലഞ്ചെരുവുകളിലൂടെ,
മകനെയും കൂട്ടിക്കൊണ്ട് മകനെ കൊല കൊടുക്കാൻ, അരുംകൊല കൊടുക്കാൻ മാറാപ്പിൽ ഒളിപ്പിച്ചു വെച്ച കത്തിയും അതിനുള്ള ദൃഢനിശ്ചയവും നിശ്ചയദാർഢ്യവും അകത്ത് ഒരു കടുത്ത തീരുമാനമായി ഉള്ളിൽ സൂക്ഷിക്കുന്നൊരപ്പൻ മകന്റെ കൈവിരൽ തുമ്പ് പിടിച്ച് മോറിയായുടെ മല തേടി യാത്രയാവുന്ന നേരത്ത് ഓരോ രാത്രിയിലും നിലാവരിച്ചിറങ്ങുന്ന മലഞ്ചെരുവുകളിൽ മകൻ തണുത്തു വിറയ്ക്കുന്ന പാതിരാത്രികളിൽ പുതച്ചുറങ്ങുമ്പോൾ മകന്റെ മുഖത്തേക്ക് അരിച്ചിറങ്ങുന്ന നീലവെളിച്ചത്തിൽ, നിലാവെളിച്ചത്തിൽ മകന്റെ സുന്ദരമുഖം കാണുന്ന അപ്പന്റെ നെഞ്ച് ഈ 3 രാത്രിയിലും ഒത്തിരി പിടഞ്ഞിട്ടുണ്ടാവും. ഈ മകന്റെ മാറിലേക്കാണ് മാരകായുധം കുത്തിയിറക്കേണ്ടത്. ഈ മകന്റെ പ്രാണനെയാണ് കുത്തിയെടുക്കേണ്ടത്. ഈ മകനെയാണ് ബലി കഴിക്കേണ്ടത്. ഓരോ പാതിരാത്രിയിലും മകന്റെ മുഖത്തേക്ക് അരിച്ചിറങ്ങുന്ന നീലവെളിച്ചത്തിൽ ആ മൃദുലമുഖം കണ്ട് മനസ്സ് തകർന്നൊരപ്പൻ ഒരൊറ്റ ചോദ്യം പോലും ദൈവത്തോട് ചോദിച്ചില്ലെന്ന് പഴയ നിയമത്തിന്റെ ചരിത്രങ്ങൾ സാക്ഷ്യമായി വെളിപ്പെടുത്തുന്നു. 3-ാമത്തെ പുലരിയിൽ അവർ മോറിയ മലയുടെ അടിവാരത്തിലെത്തി. യാത്രയുടെ ഒടുവിൽ വേലക്കാരെ താഴെ നിർത്തി വിറക് കെട്ടെടുത്ത് മകന്റെ ശിരസിന്റെ മേൽ വെച്ചു. മാറാപ്പിൽ കൊലക്കത്തി ഒളിപ്പിച്ചു വെച്ചു. തീയെടുത്തു, വിറകെടുത്തു. മോറിയ മലയുടെ നടവഴികൾ ചവിട്ടിക്കയറുമ്പോൾ ഭൂമിയിലെ എല്ലാ കാലത്തും പൊള്ളിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു ചോദ്യം മകൻ അപ്പനോട് ചോദിച്ചു. അപ്പാ, തീയുണ്ട്, വിറകുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെ? എല്ലാ കാലത്തെയും മനുഷ്യന്റെ നെഞ്ചിനെ നോവിക്കുന്ന ഒരു ചോദ്യമായിരുന്നു അത്. തീയുണ്ട്, വിറകുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെ? നിർനിമേഷനായി, നിസ്സഹായനായി, നിരായുധനായി, നിരാലംബനായി, ഉത്തരങ്ങളില്ലാതെ ഹൃദയം വിഭ്രമം കൊണ്ട് വിറകൊള്ളുന്ന നേരിന്റെ വെളിച്ചത്തിൽ സങ്കടങ്ങളുടെ നടുവിൽ നിന്നൊരപ്പൻ മകന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ ആകാശത്തിന്റെ അനധി വിദൂരതകളിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയും, മകനെ, കുഞ്ഞാടിനെ, ബലിക്കുള്ള ആടിനെ ദൈവം തരും. ബലിക്കുള്ള ആടാണ് എൻ്റെ കൈക്കരുത്തിനുള്ളിൽ അവൻ്റെ കരം ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് അബ്രഹാം പറഞ്ഞില്ല. ബലിക്കുള്ള ആടിനെയാണ് ഞാൻ എൻ്റെ കരം ചേർത്ത് മകനെ ഈ മലമുകളിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് അബ്രഹാം പറഞ്ഞില്ല. അബ്രഹാം ഇങ്ങനെ പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. മലമുകളിൽ എവിടെയോ ബലിക്കുള്ളൊരു കുഞ്ഞാടിനെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അബ്രഹാം ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരുമെന്ന് പറയുന്നത് യേശു ജനിക്കുന്നതിന് ഏതാണ്ട് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പാണ്. യേശുവിന്റെ ജനനത്തിന് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ്, 2 നൂറ്റാണ്ട് മുമ്പ് മധ്യപൂർവേഷ്യയിൽ ജീവിച്ചിരുന്ന ഒരപ്പൻ മകനെ ബലി കഴിക്കാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ മലമുകളിലേക്ക് മകനെയും കൊണ്ട് പോകുന്നതിനിടയ്ക്ക് മകനോട് പറഞ്ഞു, മകനെ, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. ദൈവം തരുമെന്ന് പറഞ്ഞത് മകൻ കേൾക്കുന്നതിന് മുമ്പേ ദൈവം കേട്ടു. ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് അബ്രഹാമിന്റെ വാക്ക് കേൾക്കുമ്പോൾ, അബ്രഹാമിന്റെ വാക്കിന്റെ വിശ്വാസം തിരിച്ചറിയുമ്പോൾ ദൈവത്തിന്റെ ഇടനെഞ്ചിൽ മയങ്ങുന്ന ഏക ജാതനായ യേശു, വചനമായ യേശു പിതാവായ ദൈവത്തോട് സ്വർഗത്തിലിരുന്നു കൊണ്ട് ചോദിച്ചു, അപ്പാ, അബ്രഹാം പറയുന്നു ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരുമെന്ന്. ആരാണ് ഈ ബലിക്കുള്ള കുഞ്ഞാട്? ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരുമെന്ന് അബ്രഹാം പറയുമ്പോൾ അബ്രഹാമിന്റെ വാക്ക് കേട്ട സ്വർഗത്തിലെ പിതാവ് ആ സ്വരം കേൾക്കുന്ന സമയത്ത് അപ്പന്റെ നെഞ്ചിലടയുന്ന ഒരു കുഞ്ഞാടായ യേശു, ദൈവപുത്രനായ യേശു അപ്പനായ ദൈവത്തോട് ചോദിച്ചു, അപ്പാ, അബ്രഹാം പറയുന്നു ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരുമെന്ന്. ആരാണ് ഈ ബലിക്കുള്ള കുഞ്ഞാട്? പിതാവ് ഒന്നും പറയാതെ മൗനിയായി. കാലങ്ങൾ കടന്നുപോയി, നൂറ്റാണ്ടുകൾ പിന്നിട്ടു. അബ്രഹാം ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരുമെന്ന് പറഞ്ഞ അബ്രഹാമിന്റെ വാക്കുകൊണ്ട് ഇസഹാക്കിനെ അബ്രഹാമിന് തിരിച്ചു കിട്ടി. മോറിയ മലയുടെ നെറുകയിൽ വിറകടുക്കിയിട്ട് വിറകിന്റെ മീതെ മകനെ ചേർത്ത് കിടത്തിയിട്ട് പേടിച്ചരണ്ട മാനിന്റെ മിഴികൾ പോലെ ഭീതി പൂണ്ട മിഴികളുമായി, അപ്പാ, നീ എന്നെ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ചോദിക്കാതെ 1000 ചോദ്യം അപ്പന്റെ നെഞ്ചിലേക്ക് ഉതിർക്കുന്ന ഒരു മകന്റെ കണ്ണുനീരുകളെ മറികടക്കാൻ പാടുപെട്ടുകൊണ്ട് മാറാപ്പിൽ ഒളിപ്പിച്ചു വെച്ച കൊലക്കത്തി കയ്യിലെടുത്ത അപ്പൻ അത് ആകാശങ്ങളിലേക്ക് ഉയർത്തി. സകല കൈക്കരുത്തോടു കൂടി മകന്റെ കഴുത്തിലേക്ക് കത്തി ആഞ്ഞു വീശും മുമ്പ്
ദൈവദൂതന്മാരെ അയച്ചു. സ്വർഗത്തിലെ ദൈവം ഇപ്രകാരം പറഞ്ഞു: തേജസ്സിന്റെ കൂടാരങ്ങൾ തുറക്കപ്പെട്ട ആകാശത്തിന്റെ അതിരുകൾ കീറി വന്നൊരു സ്വരം അബ്രഹാമിനോട് ഇങ്ങനെ പറഞ്ഞു: മകന്റെ മേൽ കത്തി വെക്കരുത്, മകനെ വെറുതെ വിടുക, ഇസഹാക്കിനെ വെറുതെ വിടുക. ഇടനെഞ്ചിലെങ്കിലും അബ്രഹാം ചോദിച്ചിട്ടുണ്ടാവും, ഇസഹാക്കിനെ വെറുതെ വിട്ടാൽ ബലിക്കുള്ള കുഞ്ഞാട് എവിടെ? 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ നെറുകയിൽ ഒരു കുരിശ് ഉയർത്തപ്പെട്ടപ്പോൾ അബ്രഹാം 2000 വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചൊരു ചോദ്യത്തിന് സ്വർഗത്തിലെ ദൈവം ഉത്തരം കൊടുക്കുകയായിരുന്നു. ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ സ്നാപയോഹന്നാന്റെ വാക്കുകളിലൂടെ തിരുവചനം ഇങ്ങനെ എഴുതി വെച്ചു: ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നു. സ്വർഗത്തിലിരുന്നു കൊണ്ട് അബ്രഹാം മരിച്ച് 2000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവപുത്രനായ യേശു അപ്പനോട് ചോദിച്ചു: അപ്പാ, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരുമെന്ന് പറഞ്ഞിട്ട് 2000 വർഷമാവുന്നു. ആരാണ് ഈ ബലിക്കുള്ള കുഞ്ഞാട്? അപ്പന്റെ നെഞ്ചിലൂടെ സ്നേഹത്തിൽ ഊളിയിട്ടുകൊണ്ട് മകൻ അപ്പന്റെ കാതോട് കാതോരം ഒരു കാര്യം പറഞ്ഞു: അപ്പാ, നിനക്ക് മനസ്സാകുമെങ്കിൽ ആ കുഞ്ഞാട് ഞാനായിക്കോട്ടെ, നിനക്ക് മനസ്സാകുമെങ്കിൽ ആ ബലിക്കുള്ള കുഞ്ഞാട് ഞാനായി മാറട്ടെ. അപ്പൻ ഇങ്ങനെ പറഞ്ഞു: മകനെ, നീ വിചാരിക്കും പോലെ അല്ലത്. ബലിക്കുള്ള കുഞ്ഞാടാവാൻ നീ ഒരു കാലിത്തൊഴുത്തിൽ പിറക്കണം. ബലിക്കുള്ള കുഞ്ഞാടാവാൻ അഭയാർത്ഥികളുടെ കണ്ണുനീരുണങ്ങാത്ത ഈജിപ്തിന്റെ അരക്ഷിതമായ മണ്ണിലേക്ക് അമ്മയുടെ മാറിൽ പറ്റിക്കിടന്ന് നീ പലായനം ചെയ്യണം. ബലിക്കുള്ള കുഞ്ഞാടാവാൻ ദാരിദ്ര്യത്തിന്റെ നേർവരകളിലൂടെ നീ നിന്റെ ജീവിതത്തെ സഞ്ചരിപ്പിക്കണം. ബലിക്കുള്ള കുഞ്ഞാടാവാൻ സകലരാലും നീ വെറുക്കപ്പെടണം. ബലിക്കുള്ള കുഞ്ഞാടാവാൻ ഉറ്റവരും ഉടയവരും തള്ളിപ്പറയുന്ന നിരായുധമാക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നീ എത്തിപ്പെടണം. ബലിക്കുള്ള കുഞ്ഞാടാവാൻ ദാരിദ്ര്യത്തിന്റെ പരകോടിയിൽ നീ വളരണം. ബലിക്കുള്ള കുഞ്ഞാടാവാൻ 30ഓളം കൊല്ലം ആരാലും അറിയപ്പെടാതെ നീ നസറത്തിലെ കൊച്ചു വീട്ടിൽ കഴിയണം. ബലിക്കുള്ള കുഞ്ഞാടാവാൻ ഗെത്സമനിയിൽ നിന്റെ കണ്ണീര് ചോരയായി വീഴണം. ബലിക്കുള്ള കുഞ്ഞാടാവാൻ പീലാത്തോസിന്റെ അരമന പ്രത്തോറിയത്തിൽ നമ്രശിരസ്കനായി നാണം കെട്ട് അപമാന ഭാരമേറ്റ് നീ നമ്രശിരസ്കനായി നിൽക്കണം. ബലിക്കുള്ള കുഞ്ഞാടാവാൻ നിന്റെ കരചരണങ്ങളിൽ കാരിരമ്പാണികൾ താഴ്ന്നിറങ്ങണം. ബലിക്കുള്ള കുഞ്ഞാടാവാൻ നിന്റെ 3 ഇരട്ടി ഭാരമുള്ള ഒരു കുരിശ് ചുമന്ന് ഗോകുൽത്തായുടെ കഥന വഴികളിലേക്ക് നീ യാത്രയാവണം. ബലിക്കുള്ള കുഞ്ഞാടാവാൻ നിന്റെ കൈകാലുകളിൽ മകനെ ആണി തളയ്ക്കപ്പെടണം. ബലിക്കുള്ള കുഞ്ഞാടാവാൻ നിന്റെ അസ്ഥികൾ ഒന്നൊഴിയാതെ സകലതും തകർക്കപ്പെടണം. ബലിക്കുള്ള കുഞ്ഞാടാവാൻ പെറ്റ തള്ളയ്ക്ക് മുമ്പിൽ ഉടുതുണിയില്ലാതെ നീ കുരിശിൽ കിടക്കണം. ബലിക്കുള്ള കുഞ്ഞാടാവാൻ ആപാതയുടെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ നിന്റെ ശരീരം മുഴുവൻ കീറി മുറിക്കപ്പെടണം. ബലിക്കുള്ള കുഞ്ഞാടാവാൻ സകലരും നിന്നെ വെറുക്കണം. ബലിക്കുള്ള കുഞ്ഞാടാവാൻ ഉറ്റവരാൽ തള്ളിപ്പറയപ്പെട്ട് എന്നെ സകലരും കൈവിട്ടു എന്ന് പറഞ്ഞ് നീ കുരിശിൽ കിടന്ന് കരയണം. ബലിക്കുള്ള കുഞ്ഞാടാവാൻ നിനക്കുണ്ടെന്ന് നീ വിചാരിക്കുന്ന നിന്റെ അപ്പൻ പോലും നിനക്കില്ലെന്ന് നീ അറിയണം. ബലിക്കുള്ള കുഞ്ഞാടാവാൻ കിഴക്കേ ചക്രവാളത്തിൽ തട്ടി ഒരു നിലവിളി പ്രതിധ്വനിക്കണം: ഏലി ഏലി ലമാ സബക്താനി, എന്റെ അപ്പാ, എന്റെ അപ്പാ, നീ പോലും എന്നെ തള്ളി പറഞ്ഞത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം അപ്പൻ പോലും ഈ ബലിക്ക് വേണ്ടി ആരാണോ ഈ കുരുതിക്കളത്തിലേക്ക് നിന്നെ ചേർത്ത് വെച്ചത്, ആരാണോ ഒരു ബലിക്കല്ലിലേക്ക് നിന്നെ കഴുത്ത് ചേർത്ത് അരച്ചത്, ആരാണോ നിന്നെ ഒരു ബലിയാകാൻ വിട്ടുകൊടുത്തത്, ആ ബലിവസ്തുവാകാൻ നിന്നെ തീരെഴുതി കൊടുത്ത അപ്പൻ പോലും കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിൽ കാൽവരി കുരിശിൽ കിടന്ന് ചങ്ക് പൊട്ടി നീ കരയണം. അപ്പൻ മകനോട് പറഞ്ഞു: ബലിക്കുള്ള കുഞ്ഞാടാവാൻ നീ ഇങ്ങനെ സങ്കടങ്ങളിലൂടെ കടന്നു പോകണം. പുത്രൻ അപ്പന്റെ നെഞ്ചിലഴയുന്ന മകൻ അപ്പനോട് ഇങ്ങനെ പറഞ്ഞു: അപ്പാ, അതുകൊണ്ട് ഒരു ഭൂമി രക്ഷ കണ്ടെത്തുമെങ്കിൽ, അതുകൊണ്ട് എൻ്റെ മക്കൾ സന്തോഷം അനുഭവിക്കുമെങ്കിൽ, അതുകൊണ്ട് പാപാന്തകാരങ്ങളിൽ മുങ്ങിത്താണുപോയ മനുഷ്യരെ വീണ്ടെടുക്കാൻ കഴിയുമെങ്കിൽ, അതുകൊണ്ട് തകർന്ന കുടുംബങ്ങളെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ, അതുകൊണ്ട് ശാപം പിടിച്ചവരെ കൈപിടിച്ചുയർത്താൻ കഴിയുമെങ്കിൽ, അതുകൊണ്ട് വഴിതെറ്റിപ്പോയവരെ വീണ്ടെടുക്കാൻ പറ്റുമെങ്കിൽ, അപ്പാ, കാലിത്തൊഴുത്തിൽ ജനിച്ച് കാൽവരിയിൽ മരിച്ച് സർവരാലും വെറുക്കപ്പെട്ട് സമസ്ത സങ്കടങ്ങളിലൂടെയും കടന്നു പോകാനുള്ള കുഞ്ഞാട് ഞാനായി മാറാം. സ്വർഗത്തിൽ ഒരപ്പനും സ്വർഗത്തിൽ ഒരു മകനും മാനവരാശിക്ക് വേണ്ടി ഏറ്റവും വിലപ്പെട്ടത് വേണ്ട എന്ന് വെക്കാൻ മനസ്സായ ദിവസത്തെ, മരണ ദിവസത്തെ